സത്യത്തിൽ ഇന്നത്തെ ടാസ്കിൽ നമ്മുടെ അനീഷിനോട് ചെയ്തത് വലിയ ഒരു അനീതിയാണ്. അനീഷ് ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കുന്നുണ്ടായിരുന്നു, ഒക്കെ ശരിയാണ്. പക്ഷേ അനീഷിന് ഒരു മൂന്നാമത്തെയോ നാലാമത്തെയോ സ്ഥാനം കൊടുക്കണമായിരുന്നു. കാര്യം ഒന്നാമത്തെ സ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് അനീഷ് ബഹളം വെച്ചത് മൊത്തം. പക്ഷേ മൂന്നാമത്തെ സ്ഥാനം എങ്കിലും കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. കാരണം ഒനീലിനാണ് മൂന്നാമത്തെ സ്ഥാനം കൊടുത്തത്. അത് നമ്മുടെ ജിസയിലും ആര്യനും ആയിരുന്നു. എനിക്ക് പക്ഷേ അത്ര വലിയതായിട്ട് തോന്നിയില്ല. അവർക്കൊരു അഞ്ചാം സ്ഥാനത്തിൻ്റെ കാര്യമേ ഉള്ളായിരുന്നു. പക്ഷേ മൂന്നാം സ്ഥാനത്ത് വന്നത് ഒനീലാണ്. പിന്നെ എനിക്ക് തോന്നുന്നു രണ ഫാത്തിമ വിട്ടുകൊടുത്തേ. കാര്യം ഇതിന് മുൻപേ ഉള്ള 2 ടാസ്കിലും രണയ്ക്ക് 6ഉം 5 സ്ഥാനമായതുകൊണ്ട് തന്നെ എന്തായാലും പുറത്തു പോകാൻ ചാൻസ് ഇല്ല. അതുകൊണ്ടാണ് രണ 4ാമത്തെ സ്ഥാനത്തേക്ക് മാറിയത്. എന്നിട്ട് 5ാം സ്ഥാനത്തേക്ക് അനീഷിനെ കൊണ്ടുവന്നു. അത് വലിയൊരു അൺഫെയർ ആയിട്ട് തോന്നി. നമ്മുടെ ശൈത്യ ഭയങ്കര കരച്ചിലായിരുന്നു, അതുപോലെ അനീഷ് കരച്ചിലായിരുന്നു. അനീഷിനെ ടീമിന് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് വലിയൊരു അൺഫെയർ ആയിട്ട് എനിക്ക് തോന്നി. മാത്രമല്ല മറ്റുള്ളവരുടെ കാര്യത്തിൽ നിന്ന് നോക്കുമ്പോൾ അവർക്ക് മുന്നിലേക്ക് വരണം, അതുകൊണ്ട് അനീഷിന് താഴേക്ക് വിട്ടേ പറ്റത്തുള്ളൂ എന്നൊരു കാര്യവും ഉണ്ട്. പക്ഷേ കുറച്ചൊരു മാന്യത കാണിക്കാമായിരുന്നു. അതിവിടെ കാണിച്ചില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് വീടിനകത്ത് ഇവർ ഗ്യാങ് ചേരുമ്പോൾ പുറത്ത് അനീഷിന് സപ്പോർട്ട് കൊടുത്തേ ഉള്ളൂ. അത് ഇവരാരും മനസ്സിലാക്കുന്നില്ല. പ്രത്യേകിച്ച് ഇതുപോലത്തെ ടാസ്കുകളിൽ അനീഷ് ചെയ്ത് അല്ലെങ്കിൽ അനീഷിൻ്റെ ടീം ചെയ്ത് നല്ലൊരു കാര്യമാണെങ്കിൽ അവർക്ക് മാർക്ക് കൊടുക്കാം. അതിന് പകരം അനീഷിനെ തോൽപ്പിക്കാൻ മനഃപൂർവ്വം നിങ്ങൾ ശ്രമിച്ചാൽ പുറത്തുള്ളവർ സപ്പോർട്ട് കൊടുക്കും. അതുപോലും ഇവർക്ക് മനസ്സിലാകുന്നില്ല. എന്തായാലും അനീഷിനോട് ചെയ്തത് വലിയൊരു അനീതിയാണ്. നിങ്ങൾക്കെന്താ തോന്നിയത്? നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം.